ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലേ കേട്ടോ, ഞാൻ വിചാരിച്ചൊരു കല്യാണ വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ വേറെ ആയിരുന്നു, എല്ലാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ മോൾതാണ് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് മുമ്പ് എടവണ്ണ പറഞ്ഞ സ്ഥലത്ത് മൂപ്പരാക്കൊക്കെ ജോലിയായിട്ട് അവിടെ 15 വർഷത്തോളം താമസിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു വീട് പോലെ കഴിഞ്ഞതേനു, നമ്മൾ പിന്നെ കോട്ടേഴ്സ് ഇട്ട അങ്ങനെ എടുത്തിട്ട് അങ്ങനെ നിന്നതേനു ജോലി അവിടെ ആയതുകൊണ്ട്. അപ്പോൾ അവിടുത്തെ താത്താൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അവർക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ചെറിയ മോളെ കല്യാണമാണ്. അപ്പോൾ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ എൻ്റെ മോർണിംഗ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ കല്യാണം കഴിഞ്ഞത് ഉച്ചാരക്കടവുക്കാണ്. അപ്പോൾ ഞങ്ങൾ കരുവാര കൊണ്ടുവന്ന് അവളെ മോളെ കൂട്ടിയിട്ട് വേണം പിന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെയും കുട്ടീനെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെറുതായപ്പോഴേ കണ്ട് കളിച്ച് വളർന്ന് അങ്ങനെ മക്കളൊക്കെ കേട്ടോ അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞതേനും. അപ്പോൾ എല്ലാവരും കാണാനുള്ള ഇതാണ് കേട്ടോ. ഒരു കുറേ കാലം മുമ്പ് കണ്ടിട്ട് പിന്നെ കാണാതെ നിൽക്കുമ്പോൾ ഒരു ഉണ്ടാവില്ലേ. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിനടുത്ത് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് കേട്ടോ അതാ തന്നെ മോളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് കാണാതെ കുറേ ദിവസം കാണാക്കുമ്പോൾ എന്തെങ്കിലും കാണാൻ നല്ല പിന്നെ പൂതി ഉണ്ടാവില്ലേ. അതും അങ്ങനെ കഴിഞ്ഞതാണ് കേട്ടോ. അവർ മാത്രമല്ല, ഞങ്ങളെ അപ്പുറത്തെ റൂമിലും ഇപ്പുറത്തെ റൂമിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അങ്ങേ ഭാഗത്തൊരു കൊട്ടേഴ്സ് ഉണ്ടായിരുന്നു, അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വീട്ടിലെങ്ങനെ കഴിയണം അതേമാതിരി ഇന്നതേനു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പോയി കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഓവർ വോയിസും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് ആദ്യമോനെ കണ്ടിട്ടോ. ഓനെ എവിടേക്കെങ്കിലും യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മോളെയും കൂട്ടി ഞങ്ങൾ പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ വീട്ടിലല്ലേ കേട്ടോ, പിന്നെ ഓഡിറ്റോറിയത്തിലാണ്, അവിടെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എല്ലാവരെയും കാണലും കുഴപ്പം ഞാനതിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളെ ചാനലിൽ അതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലൈക്കനോട് അടിച്ച് ഹോൾ എന്ന ഓപ്ഷനിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൻ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൻ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോതീരത്ത്. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത് ഹക്കവനിൽ ഇരവോതീരത്ത്. അല്ലമീനന്നു വരുന്നു താരകം പൂത്തു, ഇശലിന്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്തു. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി. നിഴലില്ലാത്തൊരു മേന്മയതുണ്ട്, മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയാൻ ബീവിയിൽ ചരിതമുരത്ത്. നിഴലില്ലാത്തൊരു മേന്മയതുണ്ട്, മേഘം കുട പോൽ ചൂടിയ കണ്ട് തോഴിയാൻ ബീവിയിൽ ചരിതമുരത്ത്. ഇതിഹാസം ആല തല്ലും കഥകൾ കേട്ട്
ബീവിയാൾ ഖദീജ തൻ മാനസം പൂത്ത് ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ഹൃദയത്തിൽ അനുരാഗമുണർന്ന് നിത്യവസന്തം മേനി പുണർന്ന് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ബീവി ഖദീജ നൂറിലലിഞ്ഞ് ജിബ്രീലും വഹയ്യാലെ ഇറങ്ങിയെന്ന് അഹദോന്റെ അനുവാദം ഹബീബും ചൊന്ന് ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ പുതുമാരൻ റസൂലുള്ള ചമഞ്ഞിടുന്നേ മണവാട്ടി ഖദീജ ബി നാണം തൂകുന്നേ ഇശലൊത്ത കീനാവും കണ്ടിരിക്കും അപ്പോൾ അത് ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. പുതിയ അപ്പളിനെ ഒക്കെ വന്നതിന് ശേഷം പിന്നെ എന്താണെന്ന് വെച്ചാൽ പുതിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടോ, പുതിയ അപ്പൾ വന്നപ്പോൾ തന്നെ ഭയങ്കര ലേറ്റായി. പിന്നെ ഞങ്ങൾക്കൊരു വേറൊരു കല്യാണമുണ്ട്, എൻ്റെ ഇളാപ്പാൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചയാണ് കല്യാണം, അപ്പോൾ ഇളാപ്പാൻ്റെ മോൻ്റെ കല്യാണം ഞായറാഴ്ചയാണ്. അപ്പോൾ തലേ ദിവസം അവർക്ക് നേരത്തെ എത്തണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുതിൻ്റെ കൂടെ ഒന്നും പോയിട്ടില്ല, പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പുതിയ അപ്പളിനെയും പുതിയണ്ണിനെയൊക്കെ. അപ്പോൾ ചെറിയ കല്യാണമെന്ന് വെച്ചാൽ ചെറുതാല്ലേനും അത്യാവശ്യം ആഡംബരവും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു നാടൻ കല്യാണമാണ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ താത്താക്ക് ഭയങ്കര വിഷമേന് കേട്ടോ, മോള് കുറച്ച് ഇരുന്നാറാണ്, തടി കൂടുതലാണ്, കല്യാണം ശരിയാവുക അങ്ങനത്തെ ഒരു ബേജാറേന് കേട്ടോ. മാഷാ അല്ലാഹ് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ നല്ല പിന്നെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആയുസ്സാരോഗ്യം പഠിച്ചം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ അത് അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ കുറഞ്ഞ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.